ഹലോ ഹായ്, ഞാനേ ഇങ്ങനെ പെരുമ്പാവൂർ മാർക്കറ്റിലേക്ക് വന്നിരിക്കട്ടാ. പെരുമ്പാവൂർ മാർക്കറ്റ് എന്ന് വെച്ചാൽ KSRTC റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള CCക്കുള്ള കടയിലേക്ക് വന്നിരിക്കുകയാണ്. രാവിലെ ഒരു 5 മണിക്ക് ഞാൻ ഇവിടെ എത്തിയില്ല. പുലർച്ചെ 5 മണിക്ക് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സബോള ഒരു 5 കൂർക്കയാണ് നമ്മളെ കമ്പനിയിൽ നിന്ന് കയറ്റിയുള്ളത്. അപ്പോൾ അതുമായിട്ട് വന്നപ്പോൾ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ലോഡ് ഇറക്കണ സംഭവം തുടങ്ങുന്നുള്ളൂ. ഇന്ന് ചന്ദ്രദിവസം അല്ലാത്ത കാരണം നേരം വൈകിട്ടാണ് തുറന്നത്. അപ്പോൾ അവരെ വണ്ടി CCയുടെ വണ്ടി ഇവിടുണ്ട്. നമ്മളെ വണ്ടി ഇതായി നിൽക്കുന്നതാണ് നമ്മുടെ ഏച്ചർ വണ്ടി. അപ്പോൾ ലോഡ് ഇറക്കണതും ഫ്രഷ് പച്ചക്കറി ഇറങ്ങുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ. നമ്മൾ കാണുന്നത് ഈ പച്ചക്കറി ഇറക്കുന്ന കാഴ്ച കേട്ടോ. അതിപ്പോൾ കാബേജാണ് ഇപ്പോൾ ഇറക്കുന്നത്. ഇപ്പോൾ എത്ര കഷ്ടപ്പാടുണ്ട് നോക്കിയാൽ. ഇങ്ങനെയാണ് എല്ലാ മാർക്കറ്റിലും ലോഡ് ഇറക്കുന്നതൊക്കെ കേട്ടോ. വളരെ വെയിറ്റുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഒരു 70 കിലോ 80 കിലോ തൂക്കം ആ ചാക്കിലുണ്ട്. അപ്പോൾ അത് ഇത്രയും ലോഡൊക്കെ ഇറക്കുന്നത് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അതും നല്ല പ്രായമുള്ള യൂണിയൻകാരൻ നമ്മളുടെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ. ഈ യൂണിയൻകാരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതവരെ പണിയാണ്. അവർ അത് അടിപൊളിയായിട്ട് ചെയ്യും ഉണ്ടാ. അങ്ങനെ നമ്മുടെ പച്ചക്കറി ഇറക്കുന്ന കാഴ്ചയാണിത്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താൽ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുള്ളൂ തോന്നുന്നു. ബാക്കി പ്രദേശ സാധനങ്ങൾ അത്യാവശ്യക്കാർക്ക് ഇറക്കിയിട്ട് ബാക്കിയുള്ള ഗുണങ്ങൾ ഇറക്കിയിട്ട് അങ്ങനെയാണ് സിസ്റ്റം എടുത്തത്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. പച്ചക്കറികളൊക്കെ നിരത്തുന്ന ഇത് ആവശ്യക്കാർ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ കാബേജ് വെട്ടുന്ന ചേട്ടന്മാരുണ്ട്. ഫ്രഷ് കാബേജ് ഉണ്ട്. പിന്നെ കാബേജ് തൊലിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. അത് ഇങ്ങനെ തൊലിയൊക്കെ വെട്ടി വെളുപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അടിപൊളിയാകും. അവർക്ക് ആദ്യ സ്പീഡിലാണ് അവർ വെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പണിക്കാരല്ല കേട്ടോ, ഇവിടുത്തെ കടക്കാരനാണ്. അവർക്ക് ആവശ്യമുള്ള വെട്ടി എടുത്തിട്ട് പോകുക എന്നുള്ള സിസ്റ്റമാണ്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ മധുരക്കിഴങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇനി കൂർക്ക തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് കൂർക്ക തട്ടാം. കൂർക്ക അടുത്തിട്ട് കൂർക്ക പൊട്ടിയിട്ട് മണ്ണ് കളയുന്നതാണ്. പൊട്ടയിട്ട് ഇങ്ങനെ അടക്കുമ്പോൾ അടിയിലൂടെ മണ്ണ് കഴിഞ്ഞു അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാകും. അവരവർക്ക് ആവശ്യമുള്ള അവരവർ മണ്ണടിച്ച് ഞാനിവിടെ ലഹളം കേട്ടപ്പോൾ ഒന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. നമ്മളെ കൂർക്ക കൊടുത്തിട്ട് പൊട്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കടയിലും പല രീതിയിലുള്ള. അങ്ങനെ ഞാനൊന്ന് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി റെഡിയായി വന്ന് നിൽക്കണമ്പോൾ ഇവിടെ ചെറിയ കച്ചവടക്കാരൊക്കെ എന്ന് വെച്ചാൽ വഴിയാറ കച്ചവടക്കാരൊക്കെ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടാർപ്പായ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലോഡ് ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതിൽ വന്ന് വണ്ടിക്ക് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ കടക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡയറക്റ്റ് വണ്ടിയിൽ നിന്ന് അവർ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കുകയും കൊട്ടി പരത്തിയിട്ടിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന സാധനങ്ങൾ മാത്രമേ സ്റ്റോക്കായിട്ട് ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള ഇങ്ങനെ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ 9:30 ആയിട്ടോ. അപ്പോഴേക്കും വണ്ടിയൊക്കെ കാലിയായി. ഇവിടെ കിടന്നാൽ ലാറിയൊക്കെ പോയി. അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ള് കാലിയായി. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഡോറൊക്കെ അടച്ചിട്ട് ക്ലോസ് ആക്കിയിട്ട് പോവാം. അടുത്ത പരിപാടി കഴിഞ്ഞു. അങ്ങനെ വണ്ടിയുടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരു 9:30 സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര നേരം ഞാൻ നല്ലൊരു ഉറപ്പുറങ്ങി. ഇനി നേരെ ഞാൻ ഗുരുവായൂർക്ക് പോവാണ്. അപ്പോൾ വണ്ടി കാലിയായി. അതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.